ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേയിൽ രാവിലത്തെ 2 മണിക്കൂറിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്ലാനിങ് ആണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ തലേ ദിവസം രാത്രി തന്നെ നെക്സ്റ്റ് ഡേ എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് എനിക്ക് ഉണ്ടാവും. സോ അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് ഡേ പ്രിപ്പയർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം പച്ചക്കറികൾ ആദ്യത്തെ 3 ദിവസത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും കേട്ടോ. കാരണം വീക്കെൻഡ് അവസാനിക്കും തോറും എനിക്ക് കുക്ക് ചെയ്യാനുള്ള മൈൻഡും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഞാൻ ഒരാഴ്ചത്തേക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 3 ദിവസം തന്നെ ഇത് ഞാൻ മാക്സിമം കുക്ക് ചെയ്യും. ഒരു അവിയലോ ഒരു സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് പച്ചക്കറികൾ തീർക്കാറുണ്ട്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാൻ. അപ്പൊ ഇന്ന് എന്തായാലും ഞാനൊരു ചെറിയ അവിയൽ പോലെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പച്ചക്കറി എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. ഈ ഞാൻ എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ആദ്യം എപ്പോഴും എൻ്റെ ലഞ്ച് കുക്ക് ചെയ്യാനാട്ടോ ഞാൻ നോക്കുന്നത്. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോവുകയാണെങ്കിൽ വലിയ വെയിലുണ്ടാവില്ല. പക്ഷെ ലഞ്ചിന്റെ ടൈമിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. അത് മാത്രമല്ല, പിന്നെ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 2 നെയ് റോസ്റ്റിക്കോ 2 സെറ്റ് ഇഡ്ഡലിക്കോ ആവുന്നതിനേക്കാളും കാശാവും 2 പേര് പുറത്ത് പോയി ലഞ്ച് കഴിക്കുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ലഞ്ച് ആദ്യം പ്രിപ്പയർ ചെയ്യാനായിരിക്കും നോക്കുന്നത്. സോ ഇപ്പോഴും ഞാൻ ആദ്യം ലഞ്ച് തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം 7 മണിക്ക് ഞാൻ എൻ്റെ കിച്ചണിൽ കയറുവാണെങ്കിൽ ഒരു 7:45 മുമ്പ് തന്നെ എൻ്റെ ഈ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം, അതായത് അരി കുക്കറിലിടുക, ഫിഷ് വയ്ക്കുക, പിന്നെ ഈ അവിയലെല്ലാം അടുപ്പത്തേക്ക് കയറ്റുക, ഇങ്ങനെയുള്ള പണികളെല്ലാം അതിനുള്ളിൽ തീർക്കണം എന്ന് എനിക്ക് നിർബന്ധം. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ എല്ലാം വെജിറ്റബിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം എടുത്ത് വെക്കുന്നതും. അതിന് രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എന്ത് കാര്യം എടുത്താലും ഇപ്പം അത് അപ്പോഴേ ക്ലീൻ ചെയ്ത് വെക്കും. ഇപ്പൊ വെജിറ്റബിൾസ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഞാൻ ഒരു പാത്രത്തിൻ്റെ അതൊരു മുറം പോലെ ഒരു സംഭവം ഉണ്ട് എനിക്ക്, അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് അത് അപ്പോഴും തന്നെ ഞാൻ എടുത്ത് വേസ്റ്റ് ബിന്നിലിടും. രാവിലെ തന്നെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അതെടുത്ത് വെളിയിൽ വെച്ചാൽ മതി, അവർ വന്ന് എടുത്തിട്ട് പൊക്കോളും. ക്ലീനിങ് സ്റ്റാഫ് വന്ന് എടുത്തിട്ട് പൊക്കോളും. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ സിങ്കിലിട്ടേക്കാതെ അപ്പോഴപ്പോഴും തന്നെ കഴുകി വെക്കും. അതങ്ങനെ കഴുകി വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവസാനം ആകുമ്പോഴത്തേക്കും ഒരുപാട് പാത്രം ഉള്ളതുപോലെ തോന്നത്തുമില്ല. രാവിലെ തന്നെ എല്ലാം കഴുകി വെച്ചാലാണ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും നമുക്കില്ലെങ്കിൽ പിന്നെ കിച്ചണിലേക്ക് കയറാനേ തോന്നത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി വെക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അരിഞ്ഞു കഴിയാറായി. അരിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ പാത്രങ്ങളിലെല്ലാം ഇട്ട് ഞാൻ അത് അടുപ്പിൽ വെച്ചതിന് ശേഷമായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഇന്ന് ഞാൻ ദോശയ്ക്കാണ് മാവെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ദോശയും ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിക്കറി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം, എനിക്കറിയാം ദോശയ്ക്ക് ചമ്മന്തിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പക്ഷെ തേങ്ങ തീർന്നു പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത്. മാത്രമല്ല തേങ്ങ ഒരുപാട് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യവുമില്ല. ഇനി പച്ചക്കറി തോരൻ വയ്ക്കുകയാണെന്ന് വെച്ചാലും വൻപയർ, ബീൻസ്, ഉള്ളിത്തോരൻ അങ്ങനെയുള്ള തോരനൊക്കെ ഞാൻ എപ്പോഴും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആ ദിവസങ്ങളിലാണ് വയ്ക്കുക. കാരണം അതിന് കുറച്ചുകൂടെ ക്ഷമയും അരിയാനൊക്കെ കുറച്ചുകൂടെ ക്ഷമയും ടൈമും ഒക്കെ വേണം. പക്ഷേ ഒരു വ്യാഴം വെള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ക്യാരറ്റ് തോരനോ ബീറ്റ്റൂട്ട് തോരനോ ആയിരിക്കും. അതാകുമ്പോഴത്തേക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പറിലിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് തോരനയ്ക്കുള്ള ആ ഒരു രീതിക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയായിരിക്കും. പിന്നെ മീൻ വാങ്ങിച്ചു വെക്കും. വീക്കിൽ ഒരു ദിവസം പോയി മീൻ വാങ്ങിച്ചിട്ട് വരും. അത് ഒരു 3 days ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മീൻ കറിയോ ഫിഷ് ഫ്രൈയോ ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും, നമുക്ക് ഒരുപാട് സമയം എടുക്കത്തുമില്ല. സോ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ല, വേസ്റ്റൊക്കെ ഞാൻ അപ്പോഴപ്പോഴും തന്നെ ആ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് അന്ന് തന്നെ പുറത്ത് കളയും. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. 7:45 ആയി. 7:45 ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫിഷും തോരനും അതുപോലെ തന്നെ ചോറിനുള്ളതും എടുത്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇത് കുക്ക് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഞാൻ ഇനി അടുത്ത ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് അരിയാൻ പോകുന്നത്. അതിന് ഞാൻ ഓൾറെഡി തന്നെ ഓണിയനും ടൊമാറ്റോ ഒക്കെ എടുത്ത് വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഞാൻ ദോശ സൈമൾട്ടേനിയസ്ലി ദോശ ചുട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരേ സമയം തന്നെ 2 പരിപാടി നടക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ അതിൽ ഉള്ളിക്കറിക്കുള്ള ഇത് വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് വെക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും ലഞ്ചിനുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നത്. ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ലഞ്ച് പാക്ക് ചെയ്യും. ലഞ്ച് 2 പേരുടെയും ലഞ്ച് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 8:30 മണിയാവും. 8:30 ആകുമ്പോഴത്തേക്കും അതുവരെയുള്ള പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പാത്രങ്ങളും കൂടെയൊക്കെ കഴുകി വെച്ച് ഗ്യാസും വിൻഡോസും എല്ലാം ഓഫ് ചെയ്തിട്ട് അടച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ കുക്കിംഗ് ഫിനിഷ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയാണോ?
അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പെട്ടെന്ന് 9 മണിക്ക് അത് തീർന്നില്ലെങ്കിൽ ഞാൻ 9 മണിക്കെല്ലാം ഫിനിഷ് ചെയ്യും കേട്ടോ. 9 മണിക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം അതിനുശേഷം ഞാൻ കിച്ചണിൽ നിൽക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ഡിലേ ആവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.